വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു ചോദ്യം ഒരു ഇന്റർവ്യൂ പ്രോസസ്സിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളൊരു റീൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഡീറ്റെയിൽഡ് ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം എന്ന് വിചാരിച്ചു. പലപ്പോഴും ചില കാൻഡിഡേറ്റ്സ് വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ആസ് പെർ കമ്പനി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾക്കൊരു സാലറി പറയാം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു സാലറി എക്സ്പെക്ടേഷൻ ഡിസ്കഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അണ്ടർ വാല്യൂ ചെയ്യുന്ന പോലെ ആയി പോവും. കാരണം ഒരു സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവിടെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് യു ആർ എലിജിബിൾ ഫോർ സോ ആൻഡ് സോ സാലറി എന്നുള്ളത് നിങ്ങളവിടെ പറയുകയാണ്. അത് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് കഴിയുമ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി പ്രോസസ്സ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ചിലപ്പോൾ സാലറി ഇല്ലെങ്കിൽ അന്നേരം പോയി നെഗോഷിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് അവർ പറയും നിങ്ങളല്ലേ പറഞ്ഞത് ആസ് പെർ കമ്പനി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഇത്രയും ഒരു ചിലപ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് ആയിരിക്കും. ഒരാഴ്ച 2 ആഴ്ച ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിന് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് എൻഡിൽ ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ എക്സ്പെക്ട് ചെയ്ത സാലറി അല്ലെങ്കിൽ പിന്നെ അതൊരു വിഷമകരമായ ഒരു സിറ്റുവേഷൻ ആണ്, അല്ലേ? അതിനേക്കാളും നല്ലത് ആ ഒരു ഡിസ്കഷൻ വരുമ്പോൾ തന്നെ നിങ്ങളൊരു എക്സ്പെക്ടേഷൻ പറഞ്ഞാൽ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അവർ ക്ലിയർ ആയിട്ട് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു ഡിസ്കഷൻ എങ്കിലും നടത്താം. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞതുപോലെ ഒരു സാലറി വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് സാലറി ഫോർ എക്സാമ്പിൾ 8 lakhs ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ 8 lakhs എന്ന് ഡയറക്ട്ലി പറയാതെ ഒരു റേഞ്ച് പറയുക. അതായത് 8 to 10 lakhs പെർ ആനം, അങ്ങനെ ഒരു റേഞ്ച്. അല്ലെങ്കിൽ 5 lakhs ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ 5 lakhs ആണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്കിൽ ഒരു 1 or 2 lakhs കൂടി കയറ്റി വെച്ചിട്ട് ഒരു റേഞ്ച് പറയുക. 5 to 6 lakhs അങ്ങനെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 5ന് മേലെയാണെങ്കിൽ ഇറ്റ്സ് എ ബോണസ് ഫോർ യു, അല്ലേ? അപ്പോൾ ആ ഒരു റേഞ്ച് പറയുക. ഈ റേഞ്ച് പറയുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ കമ്പനിക്ക് ചിലപ്പോൾ നല്ല ബഡ്ജറ്റ് ഉണ്ടാകും. ആ ഒരു പെർട്ടിക്കുലർ ജോബ് റോളിന് ആ കാൻഡിഡേറ്റിന് കൊടുക്കാൻ ബഡ്ജറ്റ് ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് ഒരു 7 lakhs ബഡ്ജറ്റ് ഉണ്ടാവും. നിങ്ങൾ ചോദിച്ചത് ചിലപ്പോൾ 5 lakh എന്നാണെങ്കിൽ ചിലപ്പോൾ അവർ 5 lakh തന്നത് ക്ലോസ് ചെയ്യും. അതേസമയം 5 to 7 ആണെങ്കിൽ അവർ വിചാരിക്കും 7 lakhs ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, കൊടുത്തേക്കാം, ബിക്കോസ് ദേ ഹാവ് ദ ബഡ്ജറ്റ് എന്ന് ചിന്തിച്ചേക്കാം. അപ്പൊ വേറൊരു കാര്യം, ഒരു റേഞ്ച് പറയുമ്പോൾ ചിലപ്പോൾ അവര് ചിലപ്പോൾ 5 lakhs തന്നിട്ട് ചിലപ്പോൾ ഒരു മേ ബി 1 lakh ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ചിലപ്പോൾ തന്നേക്കാം. കാരണം നിങ്ങളൊരു റേഞ്ച് 5 to 7 lakh കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അതിനിടയ്ക്കുള്ള ഒരു കോമ്പൻസേഷൻ, ഒരു സാലറി ചിലപ്പോൾ എലോങ് വിത്ത് ബെനിഫിറ്റ് തന്നേക്കാം. അങ്ങനെ ചില കമ്പനീസ് ചെയ്യാറുണ്ട്. ചില കമ്പനീസ് സൈനിങ് ബോണസ് ആയിട്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് ആയിട്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ബോണസുകൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒരു റേഞ്ച് പറയുന്നത് നന്നായിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ സാലറി റേഞ്ച് പറയുമ്പോൾ ഒരു ബേസിക് റിസർച്ച് നടത്തുക. ഇൻഡസ്ട്രിയിലെ ട്രെൻഡ് എന്താണ്, ആ സിമിലർ ജോബ് റോളുകൾക്ക് എങ്ങനെയാണ് ജോബ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്, അങ്ങനെയുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് നല്ലതാണ്. കാരണം ഇന്ന് ചില ചില ടൂളുകളൊക്കെ ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ. അതല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ആംബിഷൻ ബോക്സ് അല്ലെങ്കിൽ ഗ്ലാസ് ഡോർ പോലുള്ള സൈറ്റുകളിൽ നിങ്ങളുടെ ആ ജോബ് റോള് കൊടുക്കുക, ഏത് ലൊക്കേഷൻ ആണെന്നുള്ള മെൻഷൻ ചെയ്യുക, സീനിയോറിറ്റി മിഡ് ലെവലാണോ ജൂനിയർ ആണോ, ലീഡ്, എക്സ്പീരിയൻസ് റേഞ്ച് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് കൊടുക്കുക. അത് അപ്പോൾ സജസ്റ്റ് ചെയ്യും ആ ഒരു മാർക്കറ്റിലുള്ള സാലറി സ്റ്റാൻഡേർഡുകൾ. അതുമല്ലെങ്കിൽ നൗക്കരി, ഇൻഡീഡ് പോലുള്ള ജോബ് പോർട്ടലുകളിൽ സിമിലർ ജോബ് പൊസിഷൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തേക്കുന്ന ഒരു സാലറി ബ്രാക്കറ്റ്, അത് ഒന്ന് സാലറി റേഞ്ച് ഒന്ന് മനസ്സിലാക്കുക. ഇനിയുള്ളൊരു കാര്യം, സാലറി എക്സ്പെക്ടേഷൻ പറയുമ്പോൾ ജസ്റ്റ് ഒരു റേഞ്ച് പറഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യാതിരിക്കുക.
എലോങ് വിത്ത് ദാറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സാലറി ചോദിക്കുന്നതെന്നുള്ളതിനുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ലൈക്ക് വൈ ആർ യു ആപ്റ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ജോബ് റോൾ അല്ലെങ്കിൽ ആപ്റ്റ് ഫോർ ദാറ്റ് സാലറി റേഞ്ച് എന്നുള്ളതിനുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. അതെങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നല്ലതായിട്ട് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ആ ഇന്റർവ്യൂ പ്രോസസ്സിൽ എന്താണ് ജോബ് റോൾ എന്നുള്ള ക്ലാരിറ്റി ഇന്റർവ്യൂ പ്രോസസ്സിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിനെല്ലാം ബേസ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കുക. അതായത് ഇപ്പം മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ് റോൾ ആണെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്ത കാര്യം, ബ്രാൻഡ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത കാര്യം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന കാര്യം, ബ്രാൻഡ് സ്ട്രാറ്റജിക്ക് വേണ്ടി വർക്ക് ചെയ്ത കാര്യം, അതൊക്കെയാണ് ആ ജോബ് റോളിന് വേണ്ട എക്സ്പീരിയൻസസ് എങ്കിൽ ആ എക്സ്പീരിയൻസസ് നിങ്ങളുടെ പ്രീവിയസ് ജോബുകളിൽ ഉണ്ടായിരുന്നത് എടുത്ത് മെൻഷൻ ചെയ്യുക. ഒത്തിരി ലോങ് ആയിട്ട് പറയരുത്. മെയിനായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്ന ജോബ് റോളിന് എന്താണോ വേണ്ടത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു സാലറി പറയുക. അപ്പോൾ നിങ്ങൾ പറയുക ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് ഇൻ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഈ ഒരു സാലറി റീസണബിൾ ആണ് എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ആ സാലറി പറയുന്നതെന്നാണ് കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. കാരണം യു നോ യുവർ വാല്യൂ. നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാതെ പറയുമ്പോൾ അവർക്ക് തന്നെ തോന്നും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഡൗട്ട്ഫുൾ ആണ് നിങ്ങളുടെ സ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസിന്റെ പുറത്ത്. അതേസമയം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സാലറി റേഞ്ച് പറയുമ്പോൾ റീസണബിൾ ആയിട്ടുള്ള റേഞ്ച് ആണെങ്കിൽ അത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. ചില കാൻഡിഡേറ്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 10 lakh പെർ ആനം ആണെങ്കിൽ അവർ ചിലപ്പോൾ 11 lakh to 13 lakh എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ 11 lakh അവർ ഏറ്റവും ബേസിക് കൊടുത്താൽ തന്നെ 10 lakh ആണ് എക്സ്പെക്ടേഷൻ എങ്കിൽ 1 lakh അവിടെ ബഫർ കിട്ടി. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. പിന്നൊരു കാര്യം, എക്സിസ്റ്റിംഗ് സാലറിയേക്കാളും ഒരു 30-40% ഹൈക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് റീസണബിൾ ആയിട്ട് HR ടീമിന് തോന്നാം. ചില ആൾക്കാർ 50, 60, 70% ഹൈക്കൊക്കെ ചോദിക്കാറുണ്ട്. ചോദിച്ച് കിട്ടിയ ആൾക്കാരുണ്ട്. പക്ഷെ അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് ചില പൊസിഷൻസിന് കൊടുത്ത ചരിത്രമുണ്ട്. പക്ഷേ റീസണബിൾ ആയിട്ടുള്ള ഒരു സാലറി ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 30-40% ഒക്കെ ആയിരിക്കാം. ബട്ട് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ കോൺഫിഡൻസ് ലെവൽ. നിങ്ങൾക്ക് ആ ഒരു ജോബ് റോളിൽ അത്രയും പെർഫോം ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂവിന് നല്ലതുപോലെ പെർഫോം ചെയ്ത ഒരാളാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പോൾ പക്ഷേ ചോദിക്കുമ്പോൾ ഓവർ ദി ബോർഡ് ആയിപ്പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി നഷ്ടമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു ലീഡ് കൊടുക്കുക. ആ ഓപ്പൺ ഫോർ ഡിസ്കഷൻ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആ HR ടീമിന് കൊടുക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറയും ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ ചിലപ്പോൾ ഒരു റേഞ്ച് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ വഴി നിങ്ങൾക്ക് നല്ലൊരു എക്സ്പെക്ട് ചെയ്ത സാലറി കിട്ടാം, ചിലപ്പോൾ അതിന് മേളിൽ കിട്ടാം, ചിലപ്പോൾ ബെനിഫിറ്റ്സുകൾ കിട്ടാം. സോ വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു ചോദ്യം അത് വരുമ്പോൾ ഇറ്റ്സ് യുവർ ഓപ്പർച്യൂണിറ്റി ടു ഷെയർ യുവർ എക്സ്പെക്ടേഷൻ കോൺഫിഡൻ്റ്ലി. അത് ഒരു റേഞ്ച് ഓഫ് സാലറി പറയുക. അത് പറയാതെ ആസ് പെർ കമ്പനി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ യു ക്യാൻ ഷെയർ ദി നമ്പർ, എത്രയാണ് തരാൻ പറ്റുന്നത്, ഐ എം ഫ്ലെക്സിബിൾ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഇന്റർവ്യൂ പ്രോസസ് ഒരു ഓഫർ സ്റ്റേജിൽ വരുമ്പോൾ ചിലപ്പോൾ അനാവശ്യമായ ഒരു ചർച്ചകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫർ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ദാറ്റ് ക്രിയേറ്റ്സ് എ ബാഡ് ഇംപ്രഷൻ ഓൺ യുവർ കാൻഡിഡേച്ചർ. അങ്ങനെയുള്ള പിന്നെ നിങ്ങളുടെ ടൈം അവിടെ ഇത്രയും നാൾ ഇന്റർവ്യൂ പ്രോസസ്സിന് സ്പെൻഡ് ചെയ്ത ടൈം അവിടെ വേസ്റ്റ് ആവുകയാണ്, എല്ലാവരുടെയും ടൈം വേസ്റ്റ് ആവുകയാണ്. സോ അതിനേക്കാളും ബെറ്റർ ആ ഒരു എക്സ്പെക്ടേഷൻ ഇനിഷ്യലി തന്നെ ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്, യു ആർ ദി ബെസ്റ്റ്.